ആദ്യം ഒരുപാട് ഇഷ്ടമുള്ളൊരു ഈസ്റ്റേൺ ഫിലോസഫീനെ പറ്റി പറയാം. ദ ആർട്ട് ഓഫ് കിൻസുഗി. കിന്ന് വെച്ചാൽ ഗോൾഡൻ, സുഗി എന്ന് പറയുന്നത് ജോയിനറി. അപ്പോൾ ലിറ്ററൽ മീനിങ് ജോയിൻ വിത്ത് ഗോൾഡ്. സെറാമിക് പോട്രി റിപ്പയർ ചെയ്യുന്നതിനുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ജാപ്പനീസ് ആർട്ടാണ് കിൻസുഗി. ഏറ്റവും ശ്രേഷ്ഠമായ സ്വർണം കൊണ്ടാണ് പൊട്ടിപ്പോയ പോട്രീനെ അവർ കൂട്ടിച്ചേർക്കുന്നത്. ഒരുപാട് സെൻറ്റിമെൻ്റൽ വാല്യൂ ഉള്ള ഒബ്ജക്റ്റാണ് സാധാരണ അതിൽ ഇങ്ങനെ റിപ്പയർ ചെയ്യുക. അഷികാഗ യോഷിമിറ്റ്സു എന്നൊരു ജാപ്പനീസ് ഷോഗൻ, ചക്രവർത്തിക്ക് കീഴിലുള്ള മിലിറ്ററി ഡിറ്റക്ടറിനെയാണ് ഷോഗൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നൊരു ചായക്കപ്പ് പൊട്ടിയപ്പോൾ വലിയ സങ്കടമായി ഇത്രേ. അത് റിപ്പയർ ചെയ്യാൻ ചൈനയിലേക്ക് കൊടുത്തു വിട്ടു. കുറേ മെറ്റൽ ക്ലിപ്പുകളൊക്കെ വെച്ച് ചേർത്ത് ഒരുവിധം ഫിക്സ് ചെയ്തെങ്കിലും വൃത്തിയായിട്ട രീതിയിലാണത് തിരിച്ചു കിട്ടിയത്. അപ്പോൾ കൂടുതൽ വിഷമായി. ഇതിനൊരു നല്ല സൊല്യൂഷൻ ഉണ്ടാക്കാൻ ജപ്പാനിലെ ഏറ്റവും മികച്ച ക്രാഫ്റ്റ്മാനൊക്കെ വിളിച്ച് പറഞ്ഞു. അവർക്ക് തോന്നിയ ഒരാശയമാണ് പൊട്ടിയത് അത്രയും മറച്ചു വെക്കാൻ നോക്കാതെ കലാമൂല്യമുള്ളൊരു കാര്യമാക്കി അതിനെ മാറ്റാം. ഇൻസ്റ്റെഡ് ഓഫ് കവറിങ് അപ്പ് ദ ഫ്ലോസ്, കിൻസുഗി ബ്യൂട്ടിഫൈസ് ദ ബ്രേക്കേജ്. പൊട്ടിപ്പോയ സെറാമിക് അങ്ങനെ ഫ്രജൈലിറ്റിൻ്റെയും കരുത്തിൻ്റെയും ഭംഗിയുടെ ഒക്കെ സിമ്പലായി. ഒന്നും ഒരിക്കലും എല്ലാം കൊണ്ടും തകർന്നു പോകുന്നില്ല എന്ന് പറയാൻ ജീവിതത്തിന് നല്ലൊരു മെറ്റഫോർ. തകർന്നുപോയതൊന്നിനെ ആഘോഷാക്കുക എന്ന് പറയുന്നൊരു സെൻ ഫിലോസഫി ഉണ്ട്, വാബി സാബി. അപൂർണതയിൽ ഭംഗി കണ്ടെത്തുന്ന വാബി സാബിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് കിൻസുഗി. വാബി സാബിൻ്റെ ഏറ്റവും മികച്ച വക്താവ് സെൻ നോ റിക്യു. അദ്ദേഹത്തിൻ്റെ പേരിലൊരു കഥയുണ്ട്. ജപ്പാൻ്റെ വടക്കൻ പ്രവിശ്യയിലൂടെ സഞ്ചരിക്കുമ്പോൾ ആൾക്കൊരു ഡിന്നർ ഇൻവിറ്റേഷൻ കിട്ടി. ആതിഥേയൻ ദ ഹോസ്റ്റ് ചൈനയിൽ നിന്ന് അദ്ദേഹം കൊണ്ടുവന്ന വിലപിടിപ്പുള്ളൊരു ടീ ജാറ് അദ്ദേഹത്തിനെ കൊണ്ട് കാണിച്ചു. ഇത്രയും ആൻറ്റീക്ക് ആയിട്ടുള്ളൊരു കാര്യം കാണുമ്പോൾ അദ്ദേഹം വളരെ ഇംപ്രസ്ഡ് ആണെന്ന് വിചാരിച്ച ഹോസ്റ്റിന് തെറ്റിപ്പോയി. ഒട്ടും താല്പര്യം കാണിച്ചില്ല എന്ന് മാത്രമല്ല മൈൻഡ് ചെയ്തോലുമില്ല. പകരം പുറത്ത് ഇളം കാറ്റിലാടിക്കൊണ്ടിരിക്കുന്നൊരു മരത്തിൻ്റെ ചില്ല നോക്കിക്കൊണ്ടിരുന്നു. കാര്യം എന്ത് വലിയ ഫിലോസഫറാണെങ്കിലും ആ കാണിച്ച പോക്കരുത്തനെന്ന് ഞാൻ പറയുള്ളൂ. എനിവേ, റിക്യു പോയി കഴിഞ്ഞ ഉടനെ ഇൻസൾട്ടഡ് ആയി തോന്നിയ അദ്ദേഹം ആ ടീച്ചർ അവിടെ തന്നെ എറിഞ്ഞുടച്ചു കളഞ്ഞു. എന്നിട്ട് റൂമിലോട്ട് പോയി. കൂടെ ഉണ്ടായിരുന്ന മറ്റ് ഗസ്റ്റുകൾ ഈ ഉടഞ്ഞ പീസുകളൊക്കെ ശ്രദ്ധയോടെ എടുത്ത് കിൻസുഗി വഴി ഒരുമിച്ച് ചേർത്തു. കുറേ നാളുകൾക്ക് ശേഷം ഒരു തവണ കൂടി റിക്യോട് എത്തിയത്രേ. എന്തിനാണാവോ, ചില്ലൊടിഞ്ഞോന്നുമില്ലെന്ന് നോക്കാനായിരിക്കും. ഓക്കെ, അങ്ങനെ എത്തിയത്രേ. അപ്പം ഈ റിപ്പയർ ചെയ്ത ജാറ് കണ്ടു. ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നൗ ഇറ്റ്സ് മാഗ്നിഫിസൻറ്റ്. പ്രായം കൊണ്ട് നമുക്ക് മെച്യൂരിറ്റി ഉണ്ടാവുമെന്ന് പറയും. നോട്ട് ട്രൂ. വി ഡോണ്ട് മെച്യൂർ വിത്ത് ഏജ്, വി മെച്യൂർ വിത്ത് ഡാമേജ്. നമ്മളെല്ലാവരും ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് മനസ്സ് കയറുന്നവരാണല്ലേ. അതുണ്ടാക്കിയ വേദനയും സ്കാരൊക്കെ അവിടെ ഇവിടെയായിട്ട് ഉള്ള കാലത്തോളം ഉണ്ടാവും കൂടെ. പക്ഷേ ആ അനുഭവങ്ങളുടെ ആകെത്തുകയല്ലേ, ആഫ്റ്റർ എഫക്റ്റ് അല്ലേ നമ്മളിന്ന്. ഈ മുറിപ്പാടുകളൊക്കെ ഒളിച്ചു വെക്കേണ്ട കാര്യമുണ്ടോ? ഇത്തരം അപൂർണതകൾ പുതിയ കഥകളുടെ തുടക്കമാക്കിക്കൂടെ? നമ്മൾ എന്തിലൂടെയൊക്കെ കടന്നു വന്നു എന്നുള്ളത് നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഒളിച്ചു വെക്കണ്ട, ഒളിച്ചോടുകയും വേണ്ട. ഓർമ്മകളങ്ങനെ ഡിലീറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. സമാനമായ ഓർമ്മകൾ നല്ല രീതിയിൽ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഓവർ റേറ്റ് ചെയ്യാൻ പറ്റിയേക്കും. മോശം അനുഭവങ്ങളിൽ നിന്ന് കിട്ടിയ അറിവുകളിൽ നിന്ന് കിട്ടുന്ന പുനർജന്മം. ഒരു യൂസ് ആൻഡ് ഡിസ്പോസ് കാലഘട്ടത്തിൽ നിന്നിട്ട് കിൻസുഗി പോലൊരു ഫിലോസഫി പറയുമ്പോൾ എത്ര പേർക്ക് അതിൻ്റെ ഡെപ്ത് മനസ്സിലാവുമെന്ന് അറിയില്ല. പക്ഷേ തിങ്ക് അബൌട്ട് ഇറ്റ് ഫോർ എ മൊമെൻറ്റ്. തകർന്നുപോയ ഓരോ പീസസും കൂട്ടിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ആ സമയവും ശ്രദ്ധയും സ്നേഹവും തകർന്നു നിൽക്കുന്ന ഒരുപാട് മുറിവുള്ള ദുർബലരായ ഒരാൾക്ക് കൊടുക്കുമ്പോൾ നല്ല ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, നല്ല സ്വർണം കൊണ്ട് മനസ്സിൻ്റെ മുറിവുകളൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമ്പോൾ ഗിവ് ഓൺ ലൈഫ് എന്ന് പറയുന്ന ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഓരോ ഇംപെർഫെക്ഷൻസിനും പിന്നീട് ഒരുപാട് ഇൻസ്പയർ ചെയ്യാൻ പറ്റുന്ന കഥകൾ ഉണ്ടാക്കാൻ പറ്റും. വൺ ഡേ, all of a sudden, the broken piece of pottery becomes poetry.